വിദേശകാര്യത്തെ സൂക്ഷ്മമായി അപഗ്രഥിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകേണ്ട കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് ഒരു ഭരണകൂടത്തിന്. ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ നേരിട്ട് വേഗത്തിൽ പോയങ്ങ് സന്ധി ചെയ്യുക എന്നുള്ളൊരു ടാക്ടിക്സ് എടുത്തതാണോ ഇപ്പോൾ ഈ മോദി സർക്കാരിന് രണ്ടാം ട്രംപ് ഭരണകൂടത്തിൻ്റെ ആദ്യഘട്ടത്തിലുണ്ടായ ഒരു പാളിച്ച? അല്ല, ഞാനത് സൂചിപ്പിച്ചു. ഒന്ന്, നമ്മുടെ പ്രധാനമന്ത്രി ഒരു ഷോമാനാണ്. അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പോയി ആദ്യം കാണുക, ഞാൻ ആദ്യത്തെ പ്രധാനമന്ത്രി, പിന്നെ ഞാൻ വന്നതിന് ശേഷമാണ് ഇന്നതൊക്കെ നടന്നത്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലോ. വേറെ ആരും ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന്, അതായത് ട്രംപിന്റെ ഒരു ഇന്ത്യൻ പതിപ്പാണ് വാസ്തവത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. അദ്ദേഹം വാസ്തവത്തിൽ രണ്ടാമത് പോയി കാണാനായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ജോർദാൻ രാജാവും ജപ്പാൻ പ്രധാനമന്ത്രിയും വന്ന് പെട്ടുപോയതാണ് അതിൻ്റെ ഇടയ്ക്കൂടെ. അപ്പൊ എന്തായാലും ആയിക്കോട്ടെ, ഞാൻ ആദ്യം പോയി കണ്ടു എന്ന് പിന്നെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അദ്ദേഹം മറ്റൊരു കാരണം കൂടി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അദ്ദേഹം ഈ ട്രംപ് പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ വളരെ കുറച്ച് നേതാക്കന്മാരെ മാത്രമേ അദ്ദേഹം ക്ഷണിച്ചിരുന്നുള്ളൂ. അതിലൊരു നേതാവ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ആണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അതിലേക്ക് ക്ഷണം കിട്ടിയില്ല. എന്ന് മാത്രമല്ല, പ്രസിഡന്റ് പദവി ഏറ്റെടുത്തതിന് ശേഷവും ഉടൻ തന്നെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ വിളിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കണം, 60% പിന്നെ ചുങ്കം ഏർപ്പെടുത്തും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേലെന്ന് പറഞ്ഞാലും അത് 10% ചുരുക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അദ്ദേഹം ഈ 60% ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെയാണ് ദോഷം എന്നുള്ള തിരിച്ചറിവ് കിട്ടിയത് കൊണ്ടാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരിക്കുന്ന പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞു, ഷീ ജിൻപിങ് എൻ്റെ വളരെ അടുത്ത ഫ്രണ്ടാണ്, വളരെ നല്ല മനുഷ്യനാണ്, വളരെ അടുത്ത ഫ്രണ്ടാണ് എന്നൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, നമ്മൾ ഒരു ആപത്ത് കാണാതെ പോയത്, പണ്ട് പിന്നെ ഈ ട്രംപ് ആണെന്ന് എനിക്ക് തോന്നുന്നു, 100% ഉറപ്പില്ല, ഈ ഇന്ത്യ പാകിസ്ഥാൻ തർക്കത്തിൽ ഞാൻ വേണമെങ്കിൽ മധ്യസ്ഥത വഹിക്കാം എന്ന് പറഞ്ഞൊരു ഓർമ്മ എനിക്കുണ്ട്. ഇപ്പോൾ അതിന് സമാനമായി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തർക്കമുണ്ടെങ്കിൽ ആ തർക്കവും ഞാൻ പരിഹരിച്ച് തീർക്കാം എന്നുള്ള തരത്തിൽ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തി. അതിന് മറുപടിയായിട്ട് മൂന്നാമത്തെ ഒരു മധ്യസ്ഥനെ ഇന്ത്യ ചൈന തർക്കത്തിൽ ആവശ്യമില്ലെന്നുള്ള തരത്തിൽ ഇന്ത്യ പ്രതികരിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ എവിടെയും ഇടപെടാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഭരണാധികാരിയെ നമ്മൾ ഇടപെടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നന്നായിട്ട് ഹോംവർക്ക് ചെയ്യണം. നന്നായിട്ട് ഹോംവർക്ക് ചെയ്യാനുള്ള അനുകൂലമായ സാഹചര്യം ഒരുപാട് അമേരിക്കൻ ഭരണകൂടത്തിൽ ഇപ്പോഴുണ്ട്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റിന്റെ ഭാര്യ ഇന്ത്യക്കാരിയാണ്. ഇന്ത്യൻ കോക്കസിന്റെ പിന്നെ നേതാവായിരുന്ന ആളാണ് മാർക്കോ റൂബിയും ഹെക്സത്തും. അങ്ങനെയുള്ള ഒരുപാട്, നമ്മുടെ കാഷ് പട്ടേൽ, വിവേക് രാമസ്വാമി മുതലായിട്ടുള്ള ഒരുപാട് ഇന്ത്യൻ അനുകൂലമായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. ഇവരുമായിട്ടൊക്കെ ആദ്യഘട്ടത്തിൽ വളരെ നല്ല രീതിയിൽ നെഗോഷിയേഷൻസ് നടത്തി നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ടായിരിക്കണമായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോകേണ്ടിയിരുന്നത്. അങ്ങനെ പോയിരുന്നുവെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഈ 60% ചൈനയ്ക്കെതിരായിട്ടുള്ള 60% നിന്ന് 10% വെട്ടിച്ചുരുക്കാനുള്ള കാര്യം ഇലോൺ മസ്ക് ആണെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇലോൺ മസ്കിന് ചൈനയിൽ ഒരുപാട് വ്യാപാര താല്പര്യങ്ങളുണ്ട്. അപ്പൊ ആ തരത്തിൽ നമുക്ക് ഒരുപാട് അനുകൂലമായ സാഹചര്യം ഉണ്ടായിരിക്കവേ ആ അനുകൂലങ്ങളായ സാഹചര്യങ്ങളെ നമുക്ക് അനുകൂലമാക്കി മാറ്റിക്കൊണ്ട് വേണമായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോയിരുന്നതെങ്കിൽ ഈ തരത്തിൽ അമേരിക്ക തന്ന മുഴുവൻ സാധനവും വാങ്ങിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് വരേണ്ട ഗതികേട് ഇന്ത്യൻ ഭരണാധികാരിക്ക് ഉണ്ടാകുമായിരുന്നു.